പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചിന്റെ 24ാമത്തെ ദിവസത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് 24ാമത്തെ ദിവസം നമ്മളോട് പറയുന്നതെന്ന് നമുക്ക് നോക്കണ്ടേ? 24ാമത്തെ ഡേയിൽ എന്താണ് ആ പ്രാക്ടീസ്? എന്തായിരിക്കും ആ പ്രാക്ടീസ്? നിങ്ങളൊന്ന് പറയോ? മാജിക് വാൻഡ്, മാന്ത്രിക വടി. നിങ്ങൾക്കൊരു വടി തരാം. എങ്ങനെയാണ് മാജിക്? നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് എന്ത്? മറ്റുള്ളവർക്ക് വേണ്ടി എങ്ങനെയാ മാനിഫെസ്റ്റ് ചെയ്യാം, മറ്റുള്ളവർക്ക് വേണ്ടി എങ്ങനെയാണ്, എന്റെ കുട്ടികൾക്ക് വേണ്ടി എങ്ങനെയാ, എന്റെ സിസ്റ്ററിന് വേണ്ടി എങ്ങനെയാ, എന്റെ ബ്രദേഴ്സിന് വേണ്ടി എങ്ങനെയാ, എന്റെ അച്ഛനും അമ്മയ്ക്ക് വേണ്ടി എങ്ങനെയാണ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നത്? അവർക്കും ഈ മാജിക് എനിക്ക് കിട്ടുന്നത് പോലെ തന്നെയുള്ള മാജിക് അവർക്കും കൊടുക്കണ്ടേ? അതെങ്ങനെയൊക്കെയാണ് എന്ന് എല്ലാരും ചോദിക്കാറുണ്ട്. അപ്പൊ അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ ഡേ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇന്നത്തെ ഡേയിൽ അവർക്കും എങ്ങനെ മാജിക് കൊടുക്കാം, നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം അവർക്കും എങ്ങനെ നൽകാമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ എങ്ങനെയാണ് അവരിലും മാജിക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത്. അപ്പൊ പലപ്പോഴും നിങ്ങൾ എത്രത്തോളം നൽകുന്നോ അതിനിരട്ടി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ലേ? അതുപോലെ തന്നെയാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിന്റെ ഇരട്ടി നമുക്ക് ഇങ്ങോട്ട് സമൃദ്ധിയായിട്ട് നമുക്ക് ലഭിക്കും. നമ്മൾ മറ്റൊരാളുടെ സമൃദ്ധിക്ക്, അവരുടെ സന്തോഷം, ആരോഗ്യം, സമ്പത്തിന് വേണ്ടിയിട്ട്, മറ്റൊരാളുടെ ആരോഗ്യം, സന്തോഷം, സമ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം പ്രാർത്ഥിക്കുന്നു, അല്ലെ അവർക്ക് എത്രത്തോളം ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അത്ര തന്നെ നമുക്ക് അവർക്ക് ലഭിക്കുകയും ചെയ്യും. അതേപോലെ നമുക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടും. നമ്മൾ മറ്റൊരാൾക്ക് നന്മ ആഗ്രഹിക്കുമ്പോൾ അതിന്റെ ഒരു ശതമാനം നമ്മളിലേക്കും കിട്ടും എന്നുള്ളതാണ്. നമ്മൾ മറ്റൊരാൾക്ക് നൽകണേ എന്ന് ധ്യാനിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും അതിന്റെ ഒരു ഫലം ലഭിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അത് ഞാൻ അനുഭവിച്ച ആളാണ് കേട്ടോ. അതുകൊണ്ട് എന്താണ്, എല്ലാം ഞാൻ അനുഭവിച്ചതേ നിങ്ങൾക്ക് പറഞ്ഞു തരാറുള്ളൂ, അല്ലാത്തൊന്നും പറഞ്ഞു തരലില്ല. അപ്പൊ എങ്ങനെയാണ് എന്ന് വെച്ചാല്, നമ്മൾക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ വയ്യാതെ കിടക്കുന്ന, ആരോഗ്യം എന്താണ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ഒരു ഹെൽത്തിൽ ഭയങ്കര ചലഞ്ച് അനുഭവിക്കുന്ന ഒരാളാണ്. അവർക്ക് ഭയങ്കര വേദനയാണ്, പ്രയാസമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം വന്നു, പെട്ടെന്ന് അസുഖം വന്നു, ഹോസ്പിറ്റലൈസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താണ് തോന്നുക? എന്താ പാവം, എന്താണെന്നുള്ള ഒരു ടെൻഷൻ ആയിരിക്കും. അതേസമയം ആ സമയം നമ്മൾ അവർക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, ഗ്രാറ്റിറ്റ്യൂഡ് ആണ് നൽകേണ്ടത്. അവർ തിരിച്ച് ആരോഗ്യപരമായിട്ട് നമ്മളടുത്തേക്ക് വരുന്നത്, സന്തോഷത്തോടുകൂടി സംസാരിക്കുന്നത്, നമ്മളെ വീട്ടിൽ നടന്നു വന്ന് നല്ല ഫുഡൊക്കെ കഴിക്കുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. അതിന് അങ്ങനെ ആയത് ഇപ്പൊ സംഭവിച്ചു എന്ന് കരുതിക്കൊണ്ട് താങ്ക് യു പറയാം. ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങോട്ടാണോ എക്സ്പ്രസ് ചെയ്യുന്നത്, നമ്മൾ നൽകുന്ന ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങോട്ടാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, ആ ഭാഗത്തേക്കായിരിക്കും എനർജി പോവുക. അങ്ങോട്ട് എനർജി പോകുമ്പോൾ അവർക്കാണ് ആ എനർജി. ഈ ലോകത്ത് എല്ലാത്തിനും ഒരു എനർജി ഉണ്ട്, ഒരു വൈബ്രേഷൻ ഉണ്ട് എന്ന് അറിയാലോ. എല്ലാത്തിനും ഒരു എനർജി ഉണ്ട്, വൈബ്രേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ നൽകുന്ന നമ്മളെ എനർജി, നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ പവർ അവർക്ക് വേണ്ടിയാണ് നമ്മൾ നൽകുന്നത്. അവർക്ക് വേണ്ടി നമ്മൾ വിഷ്വലൈസ് ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ് നൽകുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ആ എനർജി ഫോക്കസ്ഡ് ആവും. അപ്പൊ യൂണിവേഴ്സ് ആ എനർജി അവർക്ക് നൽകുന്ന സമയത്തും അവർക്ക് അത് മാനിഫെസ്റ്റ് ചെയ്യുകയും, ആ ആഗ്രഹം നമ്മൾ അവർക്ക് വേണ്ടി നൽകുന്ന സമയത്ത് അത് അവരിൽ എന്താണ് റിയാലിറ്റി ആയി മാറുകയും അതിന്റെ ഫലമായിട്ട് അവർക്ക് റിക്കവർ ചെയ്യും, നമ്മളിലേക്ക് അതിന്റെ ഒരു പോഷൻ നമുക്കും കിട്ടും. അപ്പൊ ആ എനർജി അങ്ങോട്ട് ഇതെങ്ങനെയാന്ന് വെച്ചാൽ ആ എനർജി മൊത്തം അങ്ങോട്ട് ഫോക്കസ് ചെയ്യുക ചെയ്യുന്നത്. ആ ഊർജ പ്രവാഹം അങ്ങോട്ടേക്കാണ് പോകുന്നത്. അങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. അതുപോലെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് നമ്മളെ എനർജീനെ നമ്മൾ എങ്ങോട്ടാണ് ഫോക്കസ് ചെയ്ത് വിടുന്നത്, ആ ഇതിലേക്ക് നമ്മൾ എന്തിനാണ് നമ്മൾ ചില സമയത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖമാണെങ്കിൽ പൈസ ഇല്ല, പൈസ ഇല്ലല്ലേ, എന്താണ് ചെയ്യുക, ആ വിഷമത്തിൽ നമ്മളും അലിഞ്ഞ് ആ ഒരു ഇമോഷൻ നമ്മളും എടുക്കുമ്പോൾ ശരിക്കും അവർക്ക് ലഭിക്കുന്ന അതേ നെഗറ്റീവ് എനർജി നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് നമ്മളും അതുപോലെ ഡൗൺ ആയി പോകുന്നു. അതേസമയം ആർക്ക് എന്ത് സംഭവിച്ചാലും അവർക്ക് നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാനും നമ്മളെ കയ്യിലുള്ള മാന്ത്രിക വടി, ശരിക്കും ഓരോരുത്തരെയും ഉള്ളില് അവനവൻ ഓരോരുത്തർക്കും ഓരോ മാന്ത്രിക വടിയുണ്ട്. അത് അറിയാതെ പോയതാണ് എല്ലാവരുടെയും പ്രശ്നം. എല്ലാവരുടെ കയ്യിൽ ഒരു മാജിക് വാൻഡ് ഉണ്ട്, ഒരു മാന്ത്രിക വടി ഉണ്ട്. പക്ഷെ ആരും അറിയുന്നില്ല എന്റെ കയ്യിൽ ഒരു മാന്ത്രിക വടി ഉണ്ടെന്ന്. അന്ന് നമ്മൾ മാജിക് ഡസ്റ്റ്, ധൂളിയൊക്കെ ഇങ്ങനെ നമ്മൾ പൊടി ഇങ്ങനെ എല്ലാത്തിന്റെ മുകളിൽ വിതറിയിട്ടില്ലേ, അതുപോലെ തന്നെ നമ്മളെ കയ്യിൽ ഒരു മാജിക് വടി ഉണ്ട്. എന്താണ്, നമ്മൾ അത്ഭുത കഥകളിലൊക്കെ ഉണ്ടാവൂലെ, എന്താ അലാവുദ്ദീനും അത്ഭുത വിളക്കും എന്ന് പറഞ്ഞ ഫിലിമൊക്കെ ഇറങ്ങിയിട്ടില്ലേ, അതുപോലെ ഓരോരോ മാജിക് നമ്മൾ കഥകളിലൊക്കെ വായിക്കില്ല. സ്വർണം, തളിക, ആ പാത്രത്തിൽ ധാരാളം സ്വർണ്ണ മുട്ടയിടുന്ന താറാവ്, അതുപോലെ എന്താണ്
ഒരു പാത്രം, ആ പാത്രത്തിൽ എന്തെടുത്താലും അത് നിറഞ്ഞു തൂകും എന്നുള്ളതൊക്കെ പറയല്ലേ. അതുപോലെ മാജിക് കഥകളിലെ പോലെ തന്നെ ഇതുപോലൊരു മാജിക് നമ്മളെ ഉള്ളിലുണ്ട്. നമുക്കും ഒരു ശക്തിയുണ്ട്. നമ്മളെ കയ്യിലും ഓരോരുത്തരുടെ കയ്യിലും ഓരോ വടിയുണ്ട്. ഈ വടി ഓരോരോ ആളുകളുടെയും മേല് നമ്മൾ ടച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്തിട്ടാണ് നമ്മളെ വടി എന്താണ്? നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. ആ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് കഴിയുമ്പോഴാണ് ആ മാജിക് റിയാലിറ്റിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്. നമ്മൾ എത്രത്തോളം ഇമോഷണലി അത് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ഫീൽ ചെയ്തുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു, അത്രത്തോളം അത് എന്ത് ചെയ്യും, പവർ ആയിട്ട് നമ്മളിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് താങ്ക് യു പറയാൻ പറ്റണം. ഒരാൾക്ക് ഇപ്പൊ ഭയങ്കരമായിട്ട് എന്താണ് ഭയങ്കരമായിട്ട് ഇതിൽ പറയുകയാണെങ്കിൽ സോറി പേര് പറഞ്ഞു എന്താണ് ഭയങ്കരമായിട്ട് എന്താണ് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ച് ഭയങ്കര ഇഷ്യൂസ് ഒക്കെ വന്ന് ഭയങ്കര ചലഞ്ച്, ഫിനാൻഷ്യലി ഭയങ്കര ചലഞ്ച് അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ എന്താണ് ഇപ്പൊ ആ വ്യക്തിന്റെ ഫോട്ടോ എനിക്കിപ്പം എന്റെ മുമ്പിലുണ്ടല്ലോ, അതുകൊണ്ട് എനിക്കിപ്പോ എന്താണ് ആ വ്യക്തിനെ നന്നായിട്ട് അറിയാം. എന്നും ക്ലാസ്സിലൊക്കെ കയറുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റ് ആ വ്യക്തിനെ നന്നായിട്ട് അറിയാം. അപ്പൊ എന്താണ് ആ വ്യക്തിന്റെ ഫോട്ടോ ആ വ്യക്തിനെ മനസ്സിൽ നന്നായിട്ട് കാണാം. ആ വ്യക്തിയുടെ ധാരാളം പണവും ധാരാളം കൈ നിറയെ പല വ്യക്തികളുടെ പല സാഹചര്യങ്ങളിലൂടെ ധാരാളം പണം ലഭിക്കാനും അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു എത്ര ലാക്കാണ്, 5 ലാക്ക് ആണെങ്കിലും 10 ലാക്ക് ആണ്, അദ്ദേഹം ആഗ്രഹിക്കുന്ന 10 ലാക്ക് എമൗണ്ട് അദ്ദേഹത്തിന് ഫിനാൻഷ്യൽ അബണ്ടൻസ് അദ്ദേഹത്തിലേക്ക് ധാരാളമായിട്ട് നിറയാൻ എന്താണ് നിറയട്ടെ. അത് നിറച്ചതിന് താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ആ വ്യക്തിക്ക് ധാരാളം പണം നൽകിയതിന് താങ്ക് യു, താങ്ക് യു, താങ്ക് യു എന്ന് പറഞ്ഞ് ആ വ്യക്തിന്റെ ഫോട്ടോ, എന്റെ മുമ്പിൽ വ്യക്തി ഉണ്ടല്ലോ, അപ്പൊ വ്യക്തിന്റെ ഫോട്ടോ നോക്കിയിട്ട് ആ വ്യക്തിന്റെ ഫോട്ടോ ആദ്യം നോക്കുക. എന്നിട്ട് ആ വ്യക്തിക്ക് എന്തിനാണോ ബ്ലെസ്സിങ്സ് വേണ്ടത് അത്, അപ്പൊ ആ വ്യക്തിന്റെ പേര് പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞ വ്യക്തി ഡേഷ് വ്യക്തി, ഡേഷ്. ഇപ്പൊ ഷംന എന്നാണെങ്കിൽ ഷംന എന്ന വ്യക്തിക്ക് ധാരാളം സന്തോഷവും ആരോഗ്യവും സമ്പത്തും നൽകിയതിന് താങ്ക് യു, താങ്ക് യു. അദ്ദേഹം ആഗ്രഹിച്ച ആ 10 ലാക്ക് എമൗണ്ട് അദ്ദേഹത്തിന് ലഭിച്ചതിന് താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇപ്പൊ ഇവിടെ എന്റെ റീജ ഉണ്ട്, റീജയ്ക്ക് ഭയങ്കര ഹെൽത്ത് ചലഞ്ച് ഉണ്ട്, ടെൻഷനാണ്, ഫീലിംഗ് ആണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ റീജയ്ക്ക് നല്ല എന്താണ് ആരോഗ്യം നൽകിയതിന് താങ്ക് യു. നല്ല ഹെൽത്ത്, നല്ലൊരു എന്താണ് റീജ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഹെൽത്ത് അവൾക്ക് നൽകിയതിന് താങ്ക് യു. പതിവ് പോലെ ആരോഗ്യത്തോടെ ചാടി ഉല്ലസിച്ച് നടക്കാൻ കഴിഞ്ഞതിന് താങ്ക് യു. അനിൽകുമാറിന് നല്ല ആരോഗ്യത്തോടു കൂടി ഓടിച്ചാടി നടക്കാൻ കഴിയുന്നതിന് താങ്ക് യു, താങ്ക് യു, താങ്ക് യു എന്ന് നമ്മൾ ഹെൽത്തിന് പറയാം. ഇപ്പം ആർക്കെങ്കിലും മാം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷെ ഒരു സുഖം മനസ്സിനൊരു സന്തോഷമില്ല മാം എന്ന് പറയുന്ന ആളുകളാണെങ്കിൽ ഇപ്പൊ ഇന്ന വ്യക്തി, ആ വ്യക്തിന്റെ എന്റെ മുന്നിലുള്ളതുകൊണ്ട് എനിക്ക് ആ ഫോട്ടോയും ഓർമ്മയുണ്ട്, ആ വ്യക്തിനെ ഓർമ്മയുണ്ട്. ആ പേര് പറയാം. എന്ന വ്യക്തിക്ക് നല്ല സന്തോഷവും സമാധാനവും അവർ ആഗ്രഹിക്കുന്ന ഒരു കുടുംബ ജീവിതം അവർക്ക് നൽകണം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച് എന്ന് കറക്റ്റ് ആയിട്ട് വിഷ്വലൈസ് ചെയ്ത് പറയാൻ പറ്റണം. അങ്ങനെ ഒരു വ്യക്തിന്റെ പേര് പറയാം. നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ മാജിക്, ആറ് ലൈഫിലേക്ക് മാജിക് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്, ആ വ്യക്തി 3 വ്യക്തികളെ എടുക്കുക, അവരുടെ ഫോട്ടോ എടുക്കുക. ആ വ്യക്തികളെ എടുക്കുക, അവരുടെ ഒരു ഫോട്ടോയാണ്, 3 വ്യക്തികളുടെ ഓരോരുത്തരുടെയും ഓരോ ഫോട്ടോ എടുക്കുക. ഫോട്ടോ ഇല്ലാന്നൊന്നും പറയണ്ട, ഫോട്ടോ എടുക്കണം, കയ്യിൽ എടുക്കുക, പ്രിന്റ് എടുക്കുക. അല്ലെങ്കിൽ ഫോണിൽ എടുക്കുമ്പോൾ അത് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഫോട്ടോ കയ്യിലെടുക്കുക, ഇമേജ് കയ്യിലെടുത്തിട്ട് അല്ലെങ്കിൽ ഫോട്ടോ ഫോണിൽ നോക്കിയിട്ട് നിങ്ങൾ ഫോണിൽ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല എങ്കിലും ഇല്ലാത്ത നിവൃത്തി ഇല്ലാതാണെങ്കിൽ നിങ്ങൾ അതിനകത്ത് എടുക്കുക. എന്നിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ വ്യക്തിനെ നന്നായിട്ട് നോക്കുക. അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിട്ട് തിരിച്ചു വരുന്നതിന്, നല്ല ആരോഗ്യത്തോടു കൂടി നേരത്തെ നിങ്ങൾ കണ്ട അതേപോലെ നല്ല ആരോഗ്യവാനായി തിരിച്ചു വരുന്നതിന് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് എന്താണോ നിങ്ങൾ അയാളെ സംഭവിക്കേണ്ടത് അത് പറഞ്ഞുകൊണ്ട് താങ്ക് യു, താങ്ക് യു, താങ്ക് യു എന്ന് നന്നായിട്ട് വിഷ്വലൈസ് ചെയ്ത് പറയാം. വിഷ്വലൈസ് ചെയ്തുകൊണ്ട് കണ്ണടച്ചങ്ങ് പറയാം. അത് കഴിഞ്ഞിട്ട് അടുത്ത വ്യക്തിന്റെ ഫോട്ടോ എടുക്കുക, പേര് പറയാം. അയാൾക്ക് നല്ല ആരോഗ്യവും സമ്പത്തും സന്തോഷവും നൽകിയതിന് നന്ദി, നന്ദി, നന്ദി. ആരോഗ്യവും സമ്പത്തും സന്തോഷവും നൽകിയതിന് താങ്ക് യു, താങ്ക് യു, താങ്ക് യു എന്ന് അങ്ങനെ പറയാം. ഓക്കെ, മനസ്സിലായോ? താങ്ക് യു എത്രത്തോളം പറയുന്നു. ഇപ്പൊ നിങ്ങൾ ഒരു മദറോ ഫാദർ ആണെങ്കിൽ എന്റെ ഉമ്മാക്ക് നല്ല പൂർണ്ണ ആരോഗ്യം നൽകിയതിന്, അപ്പൊ എന്റെ ഉമ്മാന്റെ ഫോട്ടോ എന്റെ മുന്നിലുണ്ടല്ലോ, എന്റെ ഉമ്മാന്റെ ഇമേജ് എനിക്കറിയാലോ.
എൻ്റെ ഉമ്മാക്ക് നല്ല പൂർണ്ണ ആരോഗ്യം നൽകിയതിന്, നല്ല സന്തോഷത്തോടു കൂടി ആരോഗ്യവും സമ്പത്തും സന്തോഷവും അവരുടെ ജീവിതത്തിൽ നൽകിയതിന് താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഇപ്പൊ ഞാൻ പറയും, അപ്പൊ ഇപ്പൊ എൻ്റെ കുഞ്ഞിനാണെങ്കിലും, എൻ്റെ കുഞ്ഞിന്റെ പേര് ആമിർ എന്നാണ് ട്ടോ. ആമിറിന് ആമിർ അഹമ്മദ് എന്നാണ്. അപ്പം ആമിർ മോന് നന്നായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞതിന് താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അവൻ നന്നായിട്ട് എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കാനും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ആക്ടിവിറ്റീസ് ഒക്കെ നന്നായി നല്ല എനർജറ്റിക് ആയിട്ട് ആക്റ്റീവായിട്ട് ചെയ്യാൻ കഴിഞ്ഞതിന് താങ്ക് യു, താങ്ക് യു, താങ്ക് യു എന്ന് നമ്മളിങ്ങനെ ഓരോ കാര്യത്തിനും നമ്മൾ ഒരാളെ പേര് പറയാ, എന്നിട്ട് അത് എന്തിനാണ് താങ്ക് യു പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യാം. അപ്പൊ അത് റിയാലിറ്റി ആയി, അവരുടെ ലൈഫിൽ അത് റിയാലിറ്റി ആയി വരും എന്നുള്ളതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് മാജിക് ബാൻഡ് ഓരോ ആളുകളെ ജീവിതത്തിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് ഈ പ്രാക്ടീസ് കറക്റ്റ് ആയിട്ട് എന്ന് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മൾ ഇന്നത്തെ പ്രാക്ടീസ് നമ്മൾ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്തു. ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതും. ഓരോ ഗ്രാറ്റിറ്റ്യൂഡും വായിച്ചിട്ട് താങ്ക് യു, താങ്ക് യു, താങ്ക് യു എന്ന് 3 പ്രാവശ്യം പറയും. എല്ലാ ദിവസവും ഇത് എന്നും ചെയ്യലും നിർബന്ധം കേട്ടോ. രണ്ടാമത് ആരോഗ്യം, സമ്പത്ത്, സന്തോഷം എന്നിവയിൽ സഹായിക്കാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചലഞ്ചസ് നേരിടുന്ന 3 വ്യക്തികളെ തിരഞ്ഞെടുക്കുക. ആ 3 വ്യക്തികളുടെയും ഫോട്ടോ നിങ്ങളെ കൈവശം ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളെ മുന്നിൽ വെക്കുക. ഒരു സമയം ഒരാളെ എടുത്തിട്ട് അയാൾക്ക് എന്തിലാണോ ചലഞ്ച് അനുഭവിക്കുന്നത് ആ ചലഞ്ച് ഓവർകം ചെയ്ത് നല്ല ആരോഗ്യത്തോടു കൂടി എന്താണോ അത് അവര് റിക്കവർ ചെയ്ത്, നല്ല ചലഞ്ചൊക്കെ റിക്കവർ ചെയ്ത് നല്ല ആരോഗ്യത്തോടു കൂടി നിങ്ങളെ മുന്നിലേക്ക് വരുന്ന നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് അവരുടെ ആ സന്തോഷവും സമൃദ്ധിയും ഒക്കെ നിങ്ങൾ നന്നായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് താങ്ക് യു എന്ന് പറയാം. അവര് നിങ്ങളോട് വിളിച്ചിട്ട് ആ ഒരു സന്തോഷ വാർത്ത പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് അവർ നിങ്ങളോട് വിളിച്ച സന്തോഷ വാർത്ത പറയുന്നതും, അവർ നിങ്ങളെ വീട്ടിലേക്ക് ഗസ്റ്റ് ആയിട്ട് വന്ന് വിരുന്ന് വരുന്നതോ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വരുന്നതോ, അല്ലെങ്കിൽ അവർക്ക് ഇത്ര പണം കിട്ടുമ്പോൾ നിങ്ങളോട് വന്ന് പറയുന്നതോ, അല്ലെങ്കിൽ ആ അനുഭൂതിയിൽ അവർ കാർ വാങ്ങുന്നതോ അവരെ കാര്യങ്ങൾ ചെയ്യുന്നതോ ഒക്കെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ വിഷ്വലൈസ് ചെയ്തിട്ട് താങ്ക് യു പറയാം. പിന്നെ നിങ്ങൾ കണ്ണ് തുറക്കുക. എന്നിട്ട് കണ്ണ് തുറക്കുക, അടുത്ത വ്യക്തിന്റെ എടുക്കുക, കണ്ണ് തുറക്കുക. അങ്ങനെ പേര് പറയാം. ഇപ്പൊ ഷംന എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ആരോഗ്യവും സമ്പത്തും സന്തോഷവും നൽകിയതിന് താങ്ക് യു. ഓക്കെ, അങ്ങനെ ഓരോ വ്യക്തിൻ്റെതും ഒരാളത് കഴിഞ്ഞിട്ട് അടുത്ത ആളത്, അങ്ങനെ 3 ആളതും എടുക്കുക. പിന്നെ രാത്രി കിടക്കാൻ നേരത്ത് നമ്മുടെ മാജിക് സ്റ്റോൺ കയ്യിലെടുക്കുക. മാജിക് സ്റ്റോൺ കയ്യിലെടുത്തിട്ട് ഇന്നത്തെ ഡേ നമുക്ക് ലഭിച്ച മൊത്തം എല്ലാ അനുഗ്രഹത്തിനെയും ഓർത്തിട്ട് താങ്ക് യു പറയാം. അപ്പൊ ഇന്നത്തെ ഡേ ഇതേ ഉള്ളൂ. മാജിക് പ്രാക്ടീസ് ഡേ 24 നല്ല ഭംഗിയായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. നമ്മളെ ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളെ ഗ്രൂപ്പിൽ, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താഴെ ലിങ്കിൽ കണക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ജീവിതത്തിലേക്ക് വരുന്ന പുതിയ ട്രാൻസ്ഫോർമേഷനും നമുക്ക് അമേസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഫ്രീ മെഡിറ്റേഷനിൽ പങ്കെടുക്കാനൊക്കെ നിങ്ങൾക്ക് പറ്റും. എല്ലാവരും എന്നെ ക്ഷണിക്കുന്നു. താങ്ക് യു ഓൾ.